പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഫൈസൽ എളേറ്റിൽ. നമ്മുടെ പാട്ടും പറച്ചിലും ഈശൽ കിസ്സ 16ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ആഴ്ചയുടെ ഇടവേള ഉണ്ടായിരുന്നു. അത് വ്യക്തിപരമായ ചില തിരക്കുകളിൽ ഉള്ളത് കൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനിടയിലും നമ്മുടെ യൂട്യൂബ് പരിപാടികളിൽ പലരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോണിലും അല്ലാതെയും ആളുകൾ പ്രതികരണങ്ങളും അറിയിക്കുന്നുണ്ട്. സന്തോഷം. പതിവ് പോലെ തന്നെ ഇന്ന് 14ാമത് എപ്പിസോഡിലെ ചോദ്യം അതിന് ഉത്തരവുമാണ്. ആ ഒരു ചോദ്യത്തിന് ഒരുപാട് പേർ ഉത്തരം അയച്ചു. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഐഷാ ബീഗം, ആ എപ്പിസോഡ് ഐഷാ ബീഗത്തെ കുറിച്ചായിരുന്നു. 14ാമത് ഐഷാ ബീഗത്തിന്റെ പ്രസിദ്ധമായ പാട്ട് പേദാംബർ നബി തന്റെ പൂമകള് ഫാത്തിമ. ഈ പാട്ട് സംഗീതം ചെയ്തത് ആരാണ് എന്നായിരുന്നു ചോദ്യം. അത് ഐഷാ ബീഗത്തിന്റെ ഭർത്താവ് തന്നെ AM ഷെരീഫ് ആണ്. അതിന് ഉത്തരം പലരും ഉത്തരം അയച്ചതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഖത്തറിലെ പ്രിയങ്കരനായ കുഞ്ഞുമോൻ ക്ലാരി. ഖത്തറിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറഞ്ഞ സാന്നിധ്യമാണ്. മാപ്പിളപ്പാട്ടുകളുടെ വലിയൊരു ശേഖരമുള്ള വ്യക്തിയാണ് അദ്ദേഹം. പാട്ടുപെട്ടി എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ മാപ്പിളപ്പാട്ടുകളെ പരിപോഷിപ്പിക്കുന്നതിൽ, പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് കുഞ്ഞുമോൻ ക്ലാരി. അദ്ദേഹത്തിനാണ് ഈ ഒരു സമ്മാനം ലഭിച്ചത്. വിദേശത്തു നിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ പരിപാടി ആസ്വദിക്കുന്നു. അവര് ഇത്തരം മത്സര പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു, അവർക്ക് സമ്മാനം കിട്ടുന്നു എന്നുള്ളതൊക്കെ സന്തോഷകരമായ അനുഭവമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ക്ലാരിയെ അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിക്കുന്ന പാട്ട് ഹിറ്റായ പാട്ടുകളാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഒരു മുൻഗണന ലിസ്റ്റിൽ വരുന്നത്. വളരെ ഹിറ്റായ ഒരു പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. മാപ്പിളപ്പാട്ടിന്റെ ഗതി തന്നെ മാറ്റിയ പാട്ടുകളിൽ ഒന്നാണ്. സൂപ്പർ ഹിറ്റായ ഒരു പാട്ടാണ് അത്. ഒരു വേള അത് പാടിയ ആളുകളിലൂടെയല്ല ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. ചില പാട്ട് അങ്ങനെയാണ്. ഇപ്പൊ എരഞ്ഞോളി മൂസക്കിയുടെ പാട്ട്, പീർക്കയുടെ പാട്ട്, വീൻകുട്ടി മാഷിന്റെ പാട്ട്, ഫസീലത്തയുടെ പാട്ട്, റംനാബീഗത്തിന്റെ പാട്ട്, അങ്ങനെയാണ്. ഇതല്ല. ഇത് എഴുത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്. പാട്ടുകാരിലൂടെ അല്ല ശ്രദ്ധിക്കപ്പെട്ടത്. പാട്ടുകാർ പാടിയിട്ടുണ്ട്, എന്നാലും ഇതിന്റെ രചന വൈഭവമാണ് ഈ ഒരു പാട്ടിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, UK അബൂ സഹിലയുടെ. അബൂ സഹില എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രഗത്ഭനായ കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പാട്ടാണ്. ആ പാട്ട് മിന്നിത്തിളങ്ങും മിന്നാമീനും നിന്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്നു വികൃതി കളിക്കും താരങ്ങൾ, മണ്ണിനുമീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ തന്നിൽ കെടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ. ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം അത്രക്ക് ഹിറ്റാണ് ഈ പാട്ട്. അത്രക്ക് ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണ്. അത് ഒരു മനോഹരമായ ഭക്തിഗാനമാണ്. ഈ ഭക്തിഗാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത, അത് സാധാരണ ഭക്തിഗാനങ്ങൾ ഒന്നുകിൽ പ്രാർത്ഥന പോലെ, തേട്ടം പോലെ ഉണ്ടാവുക. ഇത് ഈ പ്രാപഞ്ചിക ശക്തികൾ, ഇവിടെയുള്ള മരങ്ങൾ, ഇവിടെയുള്ള പുഴകൾ, ഇവിടെയുള്ള പ്രകൃതിയിലെ മറ്റു വസ്തുക്കൾ, ഇതൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു കാവ്യമാണ്. മാപ്പിളപ്പാട്ടിലെ, സാധാരണ മാപ്പിളപ്പാട്ടിലെ ഒരു ഈശലായ കെസ് എന്ന് പറയുന്ന ഒരു ഈശലിലൂടെയാണ് ഇത് എഴുതിയത്. പക്ഷേ ഇതിന്റെ ആലാപനത്തിലൂടെ ഇത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ പാട്ട് കേൾക്കാറുണ്ട്. അതാണ് UK ഇബ്രാഹിം മൗലവി എന്ന അബൂ സഹില എന്ന പ്രഗത്ഭനായ കവിയുടെ പാട്ടാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് UK അബൂ സഹില എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ്, അല്ല, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് UK ഇബ്രാഹിം മൗലവി എന്നാണ്. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് അബൂ സഹില. അബൂ സഹിലയുടെ പാട്ട് കേട്ട് എന്ന പേരിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഒരു പുസ്തകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അബൂ സഹിലയുടെ പാട്ട് കേട്ട് അദ്ദേഹം ധാരാളം പാട്ട് എഴുതിയിട്ടുണ്ട്. മൂസാ നബിയും ഫിർഔനും, അതുപോലെ യൂസുഫ് നബിയും സമൂഹവും, അങ്ങനെ പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട പാട്ട് എഴുതിയിട്ടുണ്ട്. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ പ്രസിദ്ധമായ സ്ത്രീ ശാക്തീകരണത്തിനൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ രചനയിലൂടെയാണ് ജനങ്ങൾ കേട്ടത്.
മിനുത്തിളങ്ങും മിന്നാമിനുങ്ങ് എന്ന് പറയുന്ന പാട്ട് നമ്മൾ കേസറ്റിൽ ആദ്യമായി കേട്ടത് പ്രഗത്ഭയായ ഗായിക ഫാരിഷ ഖാൻ പാടിയിട്ടാണ്. ഫാരിഷ ഖാൻ ഒരു കാലത്ത് 1980-കളിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടുകാരിയാണ്. അവരൊരുപാട് കേസറ്റുകളിൽ പാടിയിട്ടുണ്ട്. അവരുടെ പാട്ടുകളൊക്കെ ഹിറ്റാണ്. ഇപ്പൊ അവർ രംഗത്തില്ല, പക്ഷെ ഈ പാട്ട് രംഗത്തെ പാട്ടുകാരിയായിട്ട് ഇപ്പൊ സജീവമായിട്ട് ഇപ്പോൾ അവരുടെ ഒരു കാലഘട്ടത്തിൽ സജീവമായി നിന്ന അവര് ഇപ്പോ ഈ ഒരു അബൂ സഹീലയുടെ പാട്ട് മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങ് എന്നുള്ള പാട്ട് തന്നെ അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അവർ ആലുവക്കാരിയാണ്. ആലുവയിലെ കോളേജിൽ മദ്രസയിൽ അബൂ സഹീല പഠിപ്പിക്കാനായി ചെന്നപ്പോൾ അവരിൽ അബൂ സഹീലയിൽ നിന്ന് നേരിട്ട് പാട്ട് പഠിച്ച വ്യക്തിയാണ് ഫാരിഷ ഖാൻ. അവരെപ്പോഴും അതൊരു അഭിമാനത്തോടെ പറയാറുണ്ട്. അബൂ സഹീല നേരിട്ട് പഠിപ്പിച്ച പാട്ടാണ്. 1987 ജൂൺ 2 അബൂ സഹീല മരിക്കുന്നത്. 1987 അദ്ദേഹത്തിന്റെ പാട്ട്, ആ വരികൾ ഇന്നും വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നു. മിന്നിത്തിളങ്ങും മിന്നാമീനുങ്ങിന്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്നു വികൃതി കളിക്കും താരങ്ങൾ, മണ്ണിനു മീതെ ദീപാലങ്കൃതമായൊരു മംഗലപന്തൽ, തന്നിൽ കെടാതെ കറങ്ങി തിളങ്ങും ഗോളങ്ങൾ, കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്ക് തിരിക്കേണം, കൽബു തുറന്ന് പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കേണം, എണ്ണമില്ലാ ചെറുതാരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം, ഏറെ ഗ്രഹങ്ങളെ കണ്ണിൽപ്പെടാത്തത് വേറെയും ഉണ്ടെന്നോർക്കേണം. ഇങ്ങനെ സാധാരണ മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പിന്നെ അദ്ദേഹം പാട്ട് എഴുതുന്നു. ഏറെ ഗ്രഹങ്ങളെ കണ്ണിൽപ്പെടാത്തത് വേറെയും ഉണ്ടെന്നിരിക്കണം, വാനിൽ പറന്നിടും വിമാനം എടുത്തിടും, കണ്ണകലും തോറും ചെറുതാകും പിന്നെ ക്രമത്തിൽ കാണാതാകും, എന്ന ക്രമത്തിൽ തന്നെ എണ്ണ വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂരത്ത് പെരുപ്പം, കാരണം കണ്ണിന് വളരെ പെരുപ്പം, പടുപടുകൂറ്റൻ ഗോളങ്ങൾ ആ ശൂന്യാകാശം. അങ്ങനെ ആ പാട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് നീളമുണ്ട് ഈ പാട്ട്, ഒരുപാട് നീളമുണ്ട്. പക്ഷെ ആ പാട്ട് നമ്മൾ അതിന്റെ ആശയത്തോടെ ആണ് നമുക്ക് പ്രതിബദ്ധത വരുന്നത്. ആ ആശയത്തിൽ അദ്ദേഹം നമ്മോട് പറയുന്ന ഈ ഒരു ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നത് ഒരു അനുഭവമായി നമ്മുടെ മുമ്പിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ആ പാട്ടിന്റെ ഓളത്തിൽ നമ്മൾ എങ്ങനെ സഞ്ചരിക്കും, അതിന്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നവാസ് പാലേരി ഇത് പാടിയിട്ടുണ്ട്, പല വേദികളിലും പാടിയിട്ടുണ്ട്, ആദ്യം പാടിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് പാടിയത് ഫാരിഷ ഖാനാണ്. ഫാരിഷ ഖാന് ശേഷം അത് ഒരു കേസറ്റിന് വേണ്ടി അബൂ സഹീലയുടെ മൂസാ നബിയും ഫിർഔനും പോലെയുള്ള കേസറ്റുകളൊക്കെ പിന്നീട് പുറത്തു വന്നു. ഈ ഒരു പാട്ട് വിഹായസിന്റെ വിരിമാറിൽ എന്ന പേരിൽ IPH പുറത്തിറക്കിയ, ധർമ്മദാന പുറത്തിറക്കിയ ഒരു കേസറ്റിൽ കൊച്ചിൻ ഷെരീഫ് പാടിയിട്ടുണ്ട്. എന്നാൽ മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങ് എന്ന് പറയുന്ന ഈ പാട്ട് ഫാരിഷ ഖാൻ ആദ്യമായിട്ട് പാടിയ പാട്ടാണ്. ആ പാട്ട് നമ്മുടെ മനസ്സിലൊക്കെയുണ്ട്. ഒരു വലിയ തലത്തിൽ ഈ ഒരു ഇസ്ലാമിന്റെ ആശയത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന, കൃത്യമായ ഇസ്ലാമിക ജീവിത വ്യവസ്ഥതയെക്കുറിച്ച്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത വ്യവസ്ഥിതിയെക്കുറിച്ച് മനോഹരമായിട്ടാണ് ഈ പാട്ട് പറയുന്നത്. എല്ലാവരും ഈ പാട്ടൊക്കെ എവിടെയും കിട്ടും, യൂട്യൂബിലൊക്കെ കിട്ടും. നമുക്ക് ഈ പാട്ട് ഇങ്ങനെ ചാനലിൽ അങ്ങനെ കൊടുക്കാൻ വയ്യ, കാരണം അതിന് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് പൂർണ്ണമായിട്ട് പിന്നെ പ്ലേ ചെയ്യുന്നതിന്. അതുകൊണ്ട് യൂട്യൂബിലൊക്കെ ഈ പാട്ട് കിടപ്പുണ്ട്, നിങ്ങളൊക്കെ ആ പാട്ട് കേൾക്കണം. അത്രക്ക് ഹൃദ്യമാണ് വരികൾ, അത്രക്ക് ശക്തമാണ് വരികൾ. തൂലിക പടവാളാവുക എന്നൊക്കെ പറയാറില്ലേ, ആ തരത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരു പാട്ടാണ് ശരിക്കും UK അബൂ സഹീലയുടെ മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങിന്റെ ഒരു 2 വരി. അതിന്റെ ഒരു ഇൻട്രോ ആയി വരുന്ന തുടക്കമായി വന്ന 2 വരി തന്നെ മതി അദ്ദേഹത്തിന്റെ രചനാ വൈഭവം. അദ്ദേഹത്തിന്റെ രചനാ വൈഭവം നമുക്ക് മനസ്സിലാവാൻ. ശരിക്കും കോഴിക്കോട് ജില്ലയിലെ മാവൂരിനടുത്ത് തെങ്ങലക്കണ്ടിയിലാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പകാലത്ത് ഒരുപാട് ജോലിയൊക്കെ ചെയ്തു. വാഴക്കാട് ദാറുൽ ഉലൂം അറബി കോളേജിൽ അദ്ദേഹം പഠിച്ചു. പിന്നീട് അദ്ദേഹം കുറ്റിയാടിയൊക്കെ പഠിച്ചു. പിന്നീട് അദ്ദേഹം വളരെ പ്രസിദ്ധമായ ചെന്നമൂർ ഇസ്ലാഹിയ കോളേജ്, അതൊക്കെ സ്ഥിതി ചെയ്യുന്ന ചേന്നമംഗല്ലൂരിലേക്ക് താമസം മാറ്റി. പിന്നീട് ചേന്നമംഗല്ലൂരാണ് അദ്ദേഹത്തിന്റെ തട്ടകം. അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടനുഭവങ്ങളും ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ, കഴിഞ്ഞ 30-ാം തീയതി ജനുവരി 30-ാം തീയതി തന്നെ 29-30 തീയതികളിൽ ഖത്തറിൽ വെച്ച് തനിമ അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴും ആഘോഷിക്കപ്പെടുകയാണ് അബൂ സഹീലയുടെ പാട്ടുകൾ. അത്രയ്ക്ക് ശക്തമാണ് അദ്ദേഹത്തിന്റെ വരികൾ. അബൂ സഹീലയുടെ മറ്റു പാട്ടുകളെ കുറിച്ച് നമുക്ക് പറയണം. ഈ എപ്പിസോഡിൽ അബൂ സഹീലയുടെ മിന്നിത്തിളങ്ങും മിന്നാമിനുങ്ങ് എന്നുള്ള പാട്ട്, അത് തന്നെ മതി അബൂ സഹീലയ്ക്ക് മാപ്പിളപ്പാട്ടിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ. മാത്രവുമല്ല, ട്രഡീഷണൽ തലത്തിൽ ഒരു പാരമ്പര്യത്തിൽ മാത്രം ഒതുങ്ങിയുന്ന മാപ്പിളപ്പാട്ടിന്
ഇത് സാധാരണ മലയാളത്തിൽ സാധാരണക്കാരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളിലൂടെ വലിയ വലിയ ആശയങ്ങൾ പഠിപ്പിച്ച ഒരു പാട്ട് സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയത്, തുടക്കമായി നിൽക്കുന്നത് അബൂ സഹല എന്ന UK ഇബ്രാഹിം മൗലവി തന്നെയാണ്. അദ്ദേഹത്തിന്റെ രചനയിലൂടെ അദ്ദേഹത്തെ നമ്മൾ വീണ്ടും ഓർക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പാട്ടുമായി നമുക്ക് കാണാം. നമസ്കാരം.